ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ഇതിനു വേണ്ടി 2 തരം പയറും ഉണക്കലരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പയർ നമുക്ക് കുതിർത്തെടുക്കണം. 2 മണിക്കൂർ നമ്മളിത് കുതിർത്ത് വെച്ചതിന് ശേഷം വേണം വേവിക്കേണ്ടത്. അപ്പോൾ കുതിർന്നിട്ടുള്ള മൺപയർ ആദ്യം നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുതിർന്നിട്ടുള്ള ചെറുപയറും മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നുറുക്കിയിട്ടുള്ള ഉണക്കലരിയാണ് ഇപ്പോൾ ഇതിലേക്ക് കഴുകി ഊറ്റി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും 1/2 കപ്പ് അളവിലുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ആശാളി കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പയറുകളെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയെടുത്തത് വേണം. അതിനു വേണ്ടി 1/2 കപ്പ് അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് പിഴിഞ്ഞെടുക്കണം. വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്താൽ മതിയാകും, തേങ്ങാപ്പാൽ കിട്ടും. ഇനി പയറുകളെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് തന്നെ വെന്തു. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ തന്നെ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ വറുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇത് ഉണ്ടാക്കി കഴിക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.